ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിത ക്ലേശങ്ങളൊക്കെ ഉണ്ടല്ലോ സാർ. ഇപ്പം ചില പരിപാടികൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പല യുവ എഴുത്തുകാരും പറയുന്നത് വണ്ടിക്കൂലി പോലും തരില്ല, അവിടെ പോയിട്ട് ഘോരഘോരം പ്രസംഗിക്കേണ്ടതാണ്, പക്ഷെ അതുപോലും ആളുകൾ തരില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളോടുള്ള ചോദ്യങ്ങളുണ്ട്, ഈ ഗൾഫുകാരനോട് വരുമ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിനിമാക്കാരോട് എന്നാ അടുത്ത പടത്തിൻ്റെ റിലീസിന് പോലെ ഒരു പണിയില്ലല്ലോ എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ഇതുണ്ട്. ഈ ക്ലേശങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം എഴുത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഒരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു, വരുമാനം സ്രോതസ്സോടുകൂടി അവസാനിച്ചു, ഒരു വിരസതയുടെ ഒരു നീണ്ട കാലം ഇങ്ങനെ എടുക്കുകയാണല്ലോ. ഇതിനെങ്ങനെ അതിജീവിക്കുന്ന വിചാരിച്ച്? ഞാൻ വിചാരിച്ചില്ല, ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. 2015 ഞാൻ ജോലി രാജിവെക്കുമ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ 3 തിരക്കഥയുണ്ട് ആ സമയത്ത്. ഒരു ക്രൈമുണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. ഇത് 3 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ആക്ടേഴ്സിനോടോ ഡയറക്ടേഴ്സിനോടോ നമുക്ക് പറയാം. ഞാൻ പെട്ടെന്ന് ചോദിച്ചോട്ടെ, ക്രൈമിന് വേണ്ടി ജിത്തു ജോസഫിനെ സമീപിച്ചോ? ഞാൻ പറയാം, ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ വളരെ ചാൻസ് കുറവാണ്. ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജോലി രാജിവെച്ചാൽ ഇഷ്ടംപോലെ സമയം അപ്പോയിൻമെൻറ്റ്സ് കിട്ടും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത് 1 വർഷം കൊണ്ട് മനം മറിക്കാം സിനിമയിൽ, പിന്നെ കോടികൾ നമുക്ക് കാശ് വാങ്ങിക്കാം, രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളിരിക്കുന്നത്. എവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും? പുതിയൊരാൾക്ക് എവിടെ ആരാ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം? അങ്ങനെ കിട്ടിയില്ല. സാമ്പത്തികം താഴോട്ട് പോകുന്നു, പ്രശ്നം, വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം, ബന്ധുക്കളെ കളിയാക്കൽ. പിന്നെ ആ സമയത്ത് ജീവിക്കാൻ മാർഗ്ഗം, ഞാൻ പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. പെയിൻറ്റിങ് വിറ്റാണ് ആ സമയത്ത് കുറച്ച് കാശ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ സപ്പോർട്ട് എൻ്റെ ഭാര്യയായിരുന്നു. ഈ സാമ്പത്തികമായ സഹായത്തെക്കാൾ അപ്പുറത്ത് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ രാവിലെ കൊച്ചിയിലേക്ക് വരുന്നു, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നോക്കുന്നു, കിട്ടുന്നില്ല, സിനിമ സെറ്റിൽ നിൽക്കുന്നു, നമ്മളെ ഓടിച്ചു വിടുന്നു. ഇതെല്ലാം നമ്മൾ മടുത്ത് വീട്ടിൽ വരുമ്പോൾ പിറ്റേ ദിവസവും എണീക്കാണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ കാണും. അതെൻ്റെ ഭാര്യയായിരുന്നു. ഇതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു മാക്സിമം ഒരു 1 ഇയർ 1.5 ഇയറിനുള്ളിൽ ഞാൻ തിരക്കഥാകൃത്തുവാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 9 കൊല്ലമായി കണ്ണടച്ചെടുത്ത തീരുമാനം. എൻ്റെ തീരുമാനം എല്ലാം അങ്ങനെയാണ്. ഞാനൊന്നും ആലോചിക്കത്തില്ല, വരായി ആലോചിക്കത്തില്ല. കടലിൽ ചാടുന്ന പറഞ്ഞാൽ ഞാൻ കടലിൽ ചാടും, പിന്നെ ഞാൻ ആലോചിക്കത്തില്ല എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള കാര്യം. അങ്ങനെയാണ്. ഞാൻ രാജു ഏറ്റവും അധികം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പക്ഷെ അതിനൊരു തമാശയുടെ ടോണും ഉണ്ടായിരുന്നു. ഞാനൊരു മനോരമയിലാണ് ഒരു അഭിമുഖത്തിൻ്റെ ഇതിൽ വായിച്ചത്. അത് ഞാനും അന്ന് കുറേ സമയത്ത് ആലോചിച്ചിരുന്നു. കോവിഡിൻ്റെ സമയത്താണ് ബ്രെഡും ബണ്ണും കണ്ടുപിടിച്ചവർക്ക് നന്ദി എന്നുള്ളത്. അത്രമാത്രം മനസ്സ് വേദനിച്ചിരുന്നു ആ സമയത്ത്. ആ സമയത്ത് കാശില്ലെന്നേ, നമുക്ക് ജീവിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കാശില്ല. എത്രയെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾ നമ്മൾ കാശ് വയ്ക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടുണ്ട് അമേരിക്കയിൽ, ഞാൻ ഫ്രണ്ടിനായിരുന്നു പോയത്. അവൻ എനിക്ക് മാസം $100 അയച്ചു തരും. അതുകൊണ്ട് ഞാൻ വാടക കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇത് എനിക്ക് തോന്നുന്നു സിനിമാ ഭ്രാന്തരായിട്ട് നടക്കുന്ന എല്ലാ മനുഷ്യരും ഇപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിവിടെ ഒന്ന് എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇത് വേണ്ടെന്ന് വെച്ചിട്ട്, കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 2 കളിപ്പിച്ച് ചാടുക, എനിക്ക് തിരക്കഥാകൃത്ത് ആയേ പറ്റത്തുള്ളൂ. ഞാൻ അതിന് വേണ്ടി ചാടിയതാണ്. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി പണ്ട് ഇതുപോലെ ബേൺ ബ്രിഡ്ജസ് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ബ്രിഡ്ജസ് എല്ലാം ബേൺ ചെയ്തിട്ട് എടുത്ത് ചാടുമായിരുന്നു. അന്ന് വിലക്കുറവിൽ കിട്ടുന്ന ബ്രെഡും ബണ്ണുമാണ് നമുക്ക് ആഹാരം കഴിക്കാനുള്ളത്. അതെല്ലാം നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു. വണ്ണം കൂടിയത് അങ്ങനെയാണ് ആ സമയത്ത്. ഡിപ്രഷൻ ആകുമ്പോൾ ഞാൻ ഒത്തിരി ഫുഡ് കഴിക്കും, അപ്പോൾ ബണ്ണ് കഴിച്ചുകൊണ്ടേയിരിക്കും, ബ്രെഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നു. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ വന്നതിന് ശേഷം, ചിരി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഡിപ്രഷനെ ഭയങ്കര ലൈറ്റർ ടോണിൽ എടുക്കുക, അതായത് ശരിക്കും ദുഃഖവും നിരാശയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അത് മനസ്സിലാവാത്ത ആളുകളുണ്ട്. അപ്പം ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് എന്താ മെഡിക്കൽ ഹെൽപ്പ് എടുത്തിരുന്നു? ഉണ്ട്. ഞാൻ 1.5 വർഷത്തോളം ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. എങ്ങനെ മനസ്സിലായ എനിക്ക് മെഡിക്കൽ ഹെൽപ്പ് തന്നെയാണ് വേണ്ടത് എന്നുള്ളത്? ആളുകൾ ഒരുപാട് വേറെ ഓപ്ഷൻസ് പറയും. വേൾഡ് ടൂർ പോകൂ, കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കൂ, പിന്നെ സിനിമ കാണൂ, കോമഡി സിനിമ കാണൂ. ഒന്നും ഏക്കത്തേ ഇല്ല. ഇത് ശരിക്കും ഞാൻ ട്രീറ്റ്മെൻറ്റ് വേണം. ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മളൊക്കെ പറയും പാട്ട് കയറ്റാൻ മാറി, എവിടെ മാറി, ഇതൊന്നും മാറത്തില്ല. നമ്മുടെ ബേസിക് ചിന്ത തന്നെ അങ്ങനെ. നമുക്ക് എണീക്കാൻ ഇഷ്ടമില്ല, ഉറങ്ങി കിടന്നാൽ ആലോചിക്കുന്നതാണ് നാളെ നേരം വെളുത്ത് എണീക്കരുതെന്നാണ് നമ്മൾ ഓർക്കുന്നത്. ആ സിറ്റുവേഷൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, പണി പാടാൻ തുടങ്ങിയത്. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഓക്കെ ആയത്. 1.5 വർഷത്തോളം എടുത്തായിരുന്നു. ഇതെന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലാണോ ഇന്ത്യ എനിക്ക് അറിഞ്ഞു, നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഒത്തിരി കുറവാണ്. എല്ലാ വീട്ടിലും കാണും ഡിപ്രഷനുള്ള ഒരാൾ, എല്ലാ വീട്ടിലും ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും. പക്ഷെ നമ്മളിത് തിരിച്ചറിയത്തില്ല. അങ്ങനെയാണ് ഇതെല്ലാം സിവിയർ ആവുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നു, എല്ലാം ഇങ്ങനെ ഒരു കാര്യങ്ങളാണ്. സൂയിസൈഡിലേക്കൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്? പിന്നെ അതെൻ്റെ കയ്യിൽ പാടുണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ. ഇതുണ്ട് ഇപ്പോഴുണ്ട്. വലിയൊരു ബുദ്ധിശൂന്യത അർത്ഥശൂന്യതയാണെന്നൊക്കെ പിന്നെ തോന്നിയിട്ടുണ്ടോ? അത് ആ സമയത്ത് നമുക്ക് അറിയത്തില്ല. ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ ഞാനല്ല അവിടെ ഇരിക്കുക, നമ്മുടെ ഡിപ്രഷനാണല്ലോ നമ്മളെ അവിടെ കൊണ്ടു നടക്കുന്നതാണ്, നമുക്കറിയത്തില്ല അത്.
എന്താ ഏറ്റവും അധികം സ്വാഭിമാനം തോന്നിപ്പിക്കുന്ന ഈ പുസ്തകക്കെട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ബുക്ക് ഷെൽഫിലൊക്കെ ഇരിക്കുന്നു, അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഇത്ര പതിപ്പ് വേണം, നിങ്ങൾ ബെസ്റ്റ് സെല്ലറാണ്, നിങ്ങൾക്ക് ഇത്ര ശതമാനം റോയൽറ്റി തരാട്ടോ, പകുതി വരെ റോയൽറ്റി തരാട്ടോ, എന്താ അല്ല ഞാൻ കൈന്നിട്ടത് എനിക്ക് അഭിമാനം തോന്നുന്നത് ഞാൻ എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ കണ്ണിൽ തിളക്കാണ്. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അഭിമാനം. വേറെ ഒന്നും എന്നെ ബാധിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഞാൻ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഫുള്ള്. അതാണ് എൻ്റെ അഭിമാനം, വേറെ ഒന്നുമല്ല. എത്ര പതിപ്പ് പോയോ എത്ര പടം ഹിറ്റായോ ഒന്നും എന്നെ ബാധിക്കാതെ ഇവൾ ഹാപ്പിയാണ്. ഞാൻ എഴുതുന്ന എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഇവൾ ഹാപ്പിയാണെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഒരു സംഘം കൂട്ടുകാരില്ലേ, കിരൺ, ശാലിനി, ആ അവരൊക്കെ ഹാപ്പിയാണോ? പിന്നെ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കിരണും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ശാലിനി എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റാണ്. എൻ്റെ അവളുടെ ഫ്രണ്ടാണ്, എൻ്റെയും ഭാര്യയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. അപ്പം എല്ലാ കാര്യത്തിലും അവളുണ്ടാവും കൂടെ. ജ്യോതിർമയെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചാൽ ജ്യോതിർമയി നമ്മളങ്ങനെ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിനൊരു പുതുമയുണ്ടായിരുന്നു. അവരെത്രമാത്രം അണ്ടർ യൂട്ടിലൈസ്ഡ് ആർട്ടിസ്റ്റാണെന്നും കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റി. ഋതു ആയിട്ട് ജ്യോതിർമയി മതി എന്നുള്ള ഒരു ഡിസിഷൻ, അത് എപ്പോഴാണ് നിങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനം, അത് എപ്പോഴാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? കഥ കേട്ട് സിനിമയാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ജ്യോതിയായിരുന്നു സാറ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമൽ നീരദ് എന്ന് പറഞ്ഞൊരു ഹസ്ബൻഡ് അല്ലായിരുന്നെങ്കിൽ പോലും അമൽ നീരദ് ഡയറക്ടർ ചൂസ് ചെയ്യുക ജ്യോതിയെ തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്, അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സാർ ചോദിച്ചു എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. ജ്യോതി എന്ന് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്കൊരിക്കലും ഒരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല, അതൊരു പെട്ടെന്നുണ്ടായൊരു പ്രതികരണമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 5-ാം പാതിരയ്ക്ക് ശേഷം 6-ാം പാതിര മിഥുൻ മാനുവൽ അനൗൺസ് ചെയ്യുന്നു, അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നു എൻ്റെ ഹൈഡ്രാഞ്ചിയെ നിങ്ങൾ പൂക്കൾക്ക് പകരം പ്രതിമയാക്കി എന്നുള്ളത്. രണ്ടും തമ്മിൽ സാമ്യമുണ്ട് താനും, ഇല്ല എന്ന് പറയുന്നില്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ അന്ന് വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ സിനിമയിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കിയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഞാൻ അത് ആലോചിച്ചില്ലായിരുന്നു. ഹൈഡ്രേഞ്ചിയ ഞാൻ അന്ന് കമൻറ്റ് ഇട്ട ശേഷം ഇത് കേസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കുന്നതിന് 10% കോടതി കെട്ടിവെക്കണം. അതില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ. തന്നെയല്ല തെളിയിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് അതിനകത്ത്. ഇപ്പം നമ്മൾ കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പുസ്തകമാക്കിയിട്ടുണ്ടെങ്കിലും കോടതി നോക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ കേട്ടതാണ് 60% എങ്കിലും വേർഡ് ടു വേർഡ് സെയിം ആയിരിക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടായപ്പോലും കോടതി അംഗീകരിക്കത്തില്ല, കാരണം കോപ്പി അല്ലെന്നേ പറയത്തുള്ളൂ. അതെൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് തോന്നിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഹൈഡ്രേഞ്ച് സിനിമയാകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ബിപിൻ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്താണ് ബിപിൻ ചന്ദ്രൻ 5-ാം പാതിര പോയി കാണുന്നു, എന്നെ ഫോൺ ചെയ്യുന്നു, രാജു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ മെൻ്റൽ ടേം എനിക്കറിയത്തില്ല. ഇപ്പം മിഥുൻ മാനുവൽ തോമസ് അത് കോപ്പി അടിച്ചു ഇല്ലെന്നുള്ളവരും മിഥുൻ മാനുവൽ തോമസിന് മാത്രം അറിയത്തില്ല, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ആരോപണം മാത്രമാണ്, അത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുള്ളിയുടെ മനസ്സാക്ഷിയാണ്. എൻ്റെ അന്നത്തെ ചിന്താഗതി കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ആ ജോൺഡറയുടെ ഒരു സിമിലാരിറ്റി ആണോ എന്ന് എനിക്കറിയാൻ വയ്യ. സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സീരിയൽ കില്ലറിന് കുറേ തെളിവുകൾ അവശേഷിച്ച് പോകുന്നുണ്ട്, ഒരു തെളിവുകളുടെ ഒരു പാറ്റേൺ അത് അങ്ങനെയാണല്ലോ, ആ ജോൺഡർ അങ്ങനെയാണല്ലോ, സ്ത്രീ കഥാപാത്രം വരുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിനോടുള്ള വികാരം എന്താണ്? അദ്ദേഹത്തിൻ്റെ വികാരം അദ്ദേഹത്തിന് സിനിമകൾ തിയേറ്ററിൽ കാണില്ല എന്നുള്ളതാണ്. അല്ല ഞാൻ പറയുന്നത് അത് ഞാൻ അദ്ദേഹം ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം എന്നെ ഒത്തിരി ഹേർട്ടായി. അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ 2020 ഈ ഒരു സാധനം വരുമ്പോൾ നമ്മൾ സിനിമയാക്കാൻ വേണ്ടി തീരുമാനം എടുത്തതും ഡയറക്ടറായതും പ്രൊഡ്യൂസറായതും ഒക്കെ സാധനങ്ങളാണ്, കാസ്റ്റിംഗും എല്ലാം ആയിരിക്കുന്ന സംഭവമാണ്. നടക്കാതെ പോകുമ്പോൾ ആലോചിച്ച് നോക്കി. എൻ്റെ വേറെ ഒന്നുമില്ല, ഞാൻ ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ കൂടെ കടന്നു പോയി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയായിരുന്നു മനസ്സിലുദ്ദേശിച്ച കോമ്പൻസേഷൻ തുക? ഏതാ കോമ്പൻസേഷൻ തുക? അതിനൊരു 10% കൊടുക്കണമല്ലോ, അതുണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ 10% എത്രയാ? അപ്പോൾ 10 lakhs. ബിപിൻ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാർ എന്താ പറഞ്ഞത്? ഇത് സിനിമയാണ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നീ എന്തിനും റെഡി ആയിട്ടിരിക്കണം? അങ്ങനെ അതിനോട് പറഞ്ഞില്ല. കേസിൽ ഒന്നും പറഞ്ഞിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല ലാജോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല, നമുക്ക് അതിൻ്റെ തീരുമാനമായല്ലോ.